എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഞങ്ങൾ ഇന്ന വെളിയിരുന്നുണ്ടെന്ന് നിങ്ങളൊന്നും ആദ്യമേ ചിന്തിക്കും. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? ഞാൻ ഈ നാരങ്ങയല്ല ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിന് കടുക് ഇറക്കാൻ നോക്കുമ്പോൾ ലൈറ്റർ കണ്ടില്ല. ലൈറ്റർ തിരക്കി നടന്ന് കുറേ സമയം അങ്ങനെ പോയി. അത് എവിടെയാണോ വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ആ പോയി ചെന്ന് തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന് അടുപ്പ് കത്തിച്ച് കടുക് പൊട്ടിച്ചപ്പോൾ ദേ കിടക്കുന്നത് ആ കരണ്ട് പോയി. വെട്ടമില്ലാതെ എങ്ങനെ എടുക്കും? ഇന്ന് ഞങ്ങൾക്ക് എന്തോ കഷ്ടകാലോ കഷ്ടകാല സമയത്ത് കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ രീതിയല്ലോ. വെയിൽ തെളിഞ്ഞപ്പം തേണ്ട ആ കരണ്ട് പോയി. അതുകൊണ്ടിരുന്ന ആളെ കള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞ കണക്കാ. ലൈറ്റർ അതുവരെ ഞാൻ കത്തിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇച്ചിരി കഴിയുമ്പോൾ ലൈറ്റർ കണ്ടില്ല. ഇവിടെ മുഴുവൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്നാൽ ഇന്ന് വെളിയിലിരുന്ന് ചോറുണ്ടാക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വീഡിയോ എടുത്തിടണ്ടേ? നിങ്ങൾ ഓർക്കത്തില്ല, ഇത്രയും ദിവസം ഇട്ട് ആ ചേച്ചി എവിടെ പോയി നിങ്ങൾ ചിന്തിക്കത്തില്ലേ? അതുകൊണ്ട് വെളിയിരുന്ന് അങ്ങ് ചോറുണ്ടാക്കാന്ന് വിചാരിച്ചു. ഇന്ന് അടിപൊളി കറികളൊന്നും ഇല്ല. എന്നാൽ ഉള്ള കറികളൊക്കെ കൂട്ടി ഇന്ന് ഇപ്പം ഇവിടുന്ന് ചോറ് എനിക്ക് വായനയ്ക്ക് പോകണ്ടോണ്ടോ ഇന്ന് ഈ ചോറിനല്ലേ കുറച്ച് കഴിയാമെന്ന് വിചാരിക്കാൻ. താമസിച്ച് ശരിയാതില്ല. എന്നെ 2 മണിക്കൊക്കെ വായനയ്ക്ക് പോകണ്ട. അതുകൊണ്ട് ഞാൻ ശകലം ചോറ് ഞാനും ഉണ്ടിട്ട് പോട്ടെ. ഇന്നലെ ആരണ്ട് എന്നോട് പറഞ്ഞു ഒത്തിരി ചോറുണ്ടല്ലേ, കറി കൂടുതലെടുത്ത് തിന്നാൻ പറഞ്ഞു. ഇനി അങ്ങനെ ഒരുപാട് കറിയും ചോറൊന്നും വേണം. ഇന്നത് നമ്മുടെ കറി ഇന്ന് കണ്ടോ, മത്തങ്ങ എരിശ്ശേരിയാണ്. കണ്ടേ, മത്തങ്ങ പയറിട്ട് എരിശ്ശേരി വെച്ചതാണ് ഇന്നത്തെ കറിയെ. പിന്നെ നമ്മുടെ കപ്പളങ്ങ മെഴുക്കുവരട്ടി, ഇതിൻ്റെ വീഡിയോ എടുത്ത് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം. ഒത്തിരി പേര് കപ്പളങ്ങ മെഴുക്കുവരട്ടി വെക്കണമെന്ന് പറഞ്ഞു. അതായത് കപ്പളങ്ങ മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ പപ്പടം, അച്ചാറിന് ഈ നാരങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചേക്കുമായിരുന്നു. ഇതിന്ന് അച്ചാർ വെക്കാൻ ഇരിക്കുന്നതാണ് ആ ലൈറ്റർ പോയത്, അല്ലാതെ അവിടെ ഇരുന്നേനെ. അതുകൊണ്ട് കറണ്ടില്ലാതെ ഞങ്ങൾക്ക് അകത്തെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്നലെ ഏതോ ഒരു മോളെ അജിത എന്ന് പറയുന്ന ഒരു മോൾ ഇന്നലെ വിളിച്ചിട്ട് ആ മോക്കൊരു ഹായ് കൊടുക്കുക. അതുകൊണ്ട് അജിതയ്ക്കൊരു ഹായ്, അജിതയ്ക്കല്ല എല്ലാവർക്കും ഒരു ഹായ്. മോളങ്ങനെ പറഞ്ഞതിൽ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, എന്നും ഞങ്ങളുടെ വീഡിയോ കാണണം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ സഹകരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് വെയിലും വെട്ടമൊക്കെ ആയിരുന്നു ഓടി നടന്ന് ചെറപറ എന്നുള്ള പണിയാണ്. അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇത് കഴിച്ചിട്ട് വേണം ഇനി എനിക്ക് വായനയ്ക്ക് പോകണം. പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് ബാക്കി പണി മുഴുവൻ കിടക്കുക. പറമ്പിലെ പണികളെല്ലാം ചെയ്യാനുണ്ട്. വിറകില്ല, വിറകുണ്ടാക്കണം, ഒത്തിരി പണിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. ബായോ എല്ലാവരും വാ. അതേ നല്ല ഒന്നാന്തരം മത്തങ്ങ എരിശ്ശേരി, കപ്പളങ്ങ മെഴുക്കുവരട്ടി എല്ലാം കൊണ്ട് ചോറിന് ഓടി വായോ എല്ലാവരും.